ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അമ്മയെ നാണം കെടുത്തി ഈ വീട് കുളം തോണ്ടിയവളാ ആ മന്ത്രിയുടെ മകള്. അവളെ എവിടെ നിന്ന് അടിച്ചു പുറത്താക്കും ഞങ്ങള്. അപ്പൊ ഒരു കോംപ്രമൈസും കൊണ്ട് വന്നേക്കുന്നു. ഇന്ന് മൊത്തം നാണമായിരിക്കണം. നാളെ മുതല് അവനെ വരച്ച വരയിൽ നിർത്തിയാ മതി. ചെല്ല് ചെല്ല്. എടാ, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിലേ കാശ് വേറെ തരണം. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ നടക്കും അമ്മേ. അവള് വളയോ? വളയുമെടാ, വളയും. അവളൊരു വയലാണ്, പണം വിളഞ്ഞു കിടക്കുന്ന വയല്. നമ്മളിറങ്ങി അങ്ങ് കൊയ്താ മാത്രം മതി. ഇതൊന്നും ആ പ്രിയക്ക് മനസ്സിലാവുന്നില്ലല്ലോ അമ്മേ. എടാ, അതൊക്കെ നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. ആദ്യം ഞാനൊന്ന് കൊയ്ത് കഴിയട്ടെ. കൂട്ടത്തില് ഞങ്ങളിവിടെ കൊയ്തോട്ടെ. വരട്ടെ മോനെ. ഇപ്പം നീ എന്നോട് ഒട്ടി നിന്നാ മതി. എടാ, രമ്യ വെറും തറ. എവള് കോടാനുകോടികളുടെ ആസ്തിയുള്ള തമ്പുരാട്ടിയാ. രമ്യ കൊണ്ടുവരുന്ന പുളിച്ച കപ്പപ്പുഴുക്കിലും വളിച്ച മീൻകറിയിലും വീണ് കിടക്കുക നിന്റെ ഭാര്യ. എടാ, ഇവളൊരു അത്ഭുതം. നമുക്ക് വീണ് കിട്ടിയ ഭാഗ്യം. നോക്ക്, എത്ര രൂപ വേണമെങ്കിലും അവള് തരും. അവള് ഈ വീടിന്റെ ഐശ്വര്യമാ. ഇവരൊക്കെ അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ കാര്യം നടന്നിരിക്കണം. മണിയറ ഒരിക്കലും എത്ര രൂപ വാങ്ങിച്ചു? ഒന്നും മിണ്ടിയതേ ഉള്ളു. രൂപ 10,000 ആ സെക്കൻഡിൽ അയച്ചെന്ന്. അപ്പൊ എന്റെ ഷെയർ? എനിക്കുള്ളതല്ല, നിനക്കുള്ളതല്ലേ. ഇവള് രാജകുടുംബത്തിന്റെ തായ് വഴിയല്ലേ. പിന്നെ അവക്ക് പലയിടത്തും കൊട്ടാരങ്ങളുണ്ട്. അതിലൊരു കൊട്ടാരം ഞാൻ എന്റെ പേരിൽ എഴുതി വാങ്ങിക്കും. അല്ല, അത് ഭാവിയിലും മകനെ എനിക്കുള്ളതാണല്ലോ. പക്ഷേ എന്റെ കാലം കഴിഞ്ഞേ ഞാൻ നിനക്കത് തരൂ. അങ്ങനെ ഞാൻ വിൽപ്പത്രം എഴുതി വെക്കും. അതിനു മുമ്പ് ഞാൻ നിനക്കത് എഴുതി തന്നാലേ നീയും നിന്റെ ശൃംഗാരി ഭാര്യയും കൂടെ എന്നെ കൊണ്ടുവന്ന് അനാഥാലയത്തിലിടും. അതങ്ങ് മനസ്സിരിക്കട്ടെ മോനെ. വേണ്ട, സോപ്പിടാനൊന്നും വിളിക്കണ്ട. എടി, ഞാൻ സോപ്പിട്ടതല്ല. ജേട്ടാ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാതെ ഒരിടത്ത് നിലയുറപ്പിച്ച് നിന്നില്ലെങ്കിലേ ചവിട്ടി നിൽക്കുന്ന മണ്ണൊലിച്ചു പോവും. ഇവളോട് കാര്യങ്ങൾ വളരെ ക്ഷമയോടെ പറഞ്ഞ് മനസ്സിലാക്കണം. പ്രിയേ, നിനക്കത്ര മെച്യൂരിറ്റി ഇല്ലാഞ്ഞിട്ടാ. ഞാൻ പറയുന്നു, നീ ഇന്ന് കേൾക്ക്. നമ്മൾ വിചാരിക്കാതെ തന്നെ കാര്യങ്ങൾ അപ്രതീക്ഷയായിട്ട് മാറിക്കഴിഞ്ഞു. രമ്യയുമായി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങില നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഈ മുദ്രപത്രത്തിലൊന്നും എഴുതി വാങ്ങിയിട്ടില്ലെങ്കിലും അവളും നമ്മളും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അവള് നമ്മളെ സഹായിച്ചതല്ലേ? എടി, അതൊക്കെ ശരിയാ. ഇനി ആ സഹായം ഉണ്ടാവുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ എടി പ്രിയേ, അളിയെ രമ്യയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ രമ്യയുടെ സഹായം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കായിരുന്നു. ഇതിപ്പോ അളിയെ രമ്യയെ കല്യാണം കഴിച്ചില്ലല്ലോ. ഈ ഉർവശി ശാപ ഉപകാരം എന്നൊക്കെ ആരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ അങ്ങനെ. ജേട്ടൻ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എടി പ്രിയേ, അളിയനിപ്പോ കല്യാണം കഴിച്ചിരിക്കുന്നതേ ഒരു ദരിദ്ര പിശാചിനൊന്നും അല്ല. 1000 രമ്യമാരെ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിവുള്ള ഒരു കോടീശ്വരിയെയാണ്. അതുകൊണ്ട് ഇനി മുതൽ നമ്മളൊക്കെ നമ്പിമാരായി മാറണം. നമ്പിമാരോ? അതെന്താ? നമ്മൾ ഋതികയെ നമ്പി ജീവിക്കാൻ പോകുന്നു. ഋതികയുടെ ആളായി നമ്മൾ മാറുന്നു. എന്നെ അതിന് കിട്ടില്ല. എടി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. രമ്യയുടെ കയ്യിൽ നിന്ന് ഇനി മുതലേ അസഭ്യത്തിന്റെ അഭിഷേകമല്ലാതെ 10 ചില്ലി കാശ് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഋതികയുടെ പൂജാരിമാരായി മാറാം. ഇനി കാശിന്റെ പെരുമഴ കാലമായിരിക്കും നമുക്ക്.
എന്റെ അമ്മയെ നാണം കെടുത്തി ഈ വീട് കുളം തോണ്ടിയവളാ ആ മന്ത്രിയുടെ മകള്. അവളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും ഞങ്ങള്. അപ്പൊ ഒരു കോംപ്രമൈസും കൊണ്ട് വന്നേക്കുന്നു. എടി, എരുമയുടെ ജന്മമായി പോയല്ലേ അവൾക്ക്. നീ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഛെ. രാജു, രാജു എന്താ ഒന്നും മിണ്ടാത്ത? എന്ത് മിണ്ടണമെന്ന് ആലോചിക്കായിരുന്നു മാഡം. കണ്ടില്ലേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായി. അച്ഛനും അമ്മയും പരസ്പരം നോക്കിയാ വഴക്ക്. ഒരു സ്വസ്ഥതയില്ല. ഈ കല്യാണത്തിന് രാജുവിനെ പ്രേരിപ്പിച്ചതും ഞാന്. അതാ എനിക്ക് വിഷമം. മാഡം അതിലൊന്നും വിഷമിക്കണ്ട. എന്തായാലും ഈ പ്രശ്നങ്ങൾക്കിടയിലും ഓടി വന്ന് രാജു എന്നെ താലി കെട്ടി എന്നെ സ്വീകരിക്കുകയും ചെയ്തു. എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തത്. രാജുവിന്റെ ആ മനസ്സിന് നന്ദി. അതെല്ലാം ഋതിക മാഡത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കേ. എന്റെ നന്മ മാത്രം പോരല്ലോ രാജു. രാജു ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോ എനിക്ക് എന്ത് സ്വസ്ഥത, എന്ത് സമാധാനം. ഞാനിനി എന്റെ ലൈഫില് സമാധാനം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല മാഡം. ഇവരൊക്കെ ഇനി എന്നാണ് നന്നാവുക? മാഡം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കുക. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ലാന്ന് ചിന്തിച്ച് തള്ളിക്കളയുക. അങ്ങനെ എല്ലാത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല രാജു. സാരമില്ല, ഞാൻ സഹിച്ചോളാം. വിവാഹം കഴിഞ്ഞെങ്കിലും ഒരുമിച്ചുള്ള ജീവിതമൊക്കെ പഴയതുപോലെ മതി മാഡം.